വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. SSC RRB എക്സാമുകൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് നൊബേൽ പ്രൈസ് എന്ന് പറയുന്ന ഒരു ഭാഗം തീർച്ചയായിട്ടും ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ 2024 നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്, അത് ഏതൊക്കെ മേഖലകൾക്കാണ് അവർക്ക് ലഭിച്ചതെന്ന് നമ്മൾ കോഡ് കാര്യങ്ങളൊക്കെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് ഒരിക്കലും മറന്നുപോകാത്ത രീതിയിലേക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണെന്നുള്ളതാണ്. ആദ്യം തന്നെ നമുക്ക് നോക്കാം, മെഡിസിൻ ആർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചത്, വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ മെഡിസിൻ ആർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 പേർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണത്? ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് വിക്ടർ ആംബ്രോസ്, രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഗാരി റൊക്വിനുമാണ് മെഡിസിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. അപ്പൊ 2024 മെഡിസിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് 2 പേർക്കാണ്. 2 പേരും അമേരിക്കക്കാരാണ് കേട്ടോ. 2 പേരും എന്താണ്? അമേരിക്കക്കാരാണ്. അപ്പൊ ഗാരി റൊക്വിനും വിക്ടർ ആംബ്രോസിനുമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്? ഈ മെഡിസിന് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വിക്ടറി കിട്ടിയ ഫീൽ ആയിരിക്കും അല്ലെ? നമുക്കൊക്കെ മെഡിസിന് സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഒരു വിക്ടറി കിട്ടിയ ഫീൽ ആയിരിക്കും. അങ്ങനെ സീറ്റ് കിട്ടിയവരെല്ലാം ഒരു റോക്ക് സ്റ്റാർസ് ആയിരിക്കും അല്ലെ? റോക്കിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള റോക്ക് സ്റ്റാർസിനൊക്കെ ആയിരിക്കും വിക്ടറി കിട്ടിയ ഒരു ഫീൽ ആയിരിക്കും അവർക്ക് മെഡിസിന് സീറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ. അപ്പൊ വിക്ടർ ആംബ്രോസും ഗാരി റൊക്വിനുമാണ് റോക്കിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച് മെഡിസിന് സീറ്റ് കിട്ടി വിക്ടറി നേടിയത് ആരാണ്? വിക്ടർ ആംബ്രോസും ഗാരി റൊക്വിനുമാണ്. അപ്പൊ മെഡിസിന് വൈദ്യശാസ്ത്രത്തില് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? വിക്ടർ ആംബ്രോസും ഗാരി റൊക്വിനുമാണ്. കിട്ടിയില്ലേ? അപ്പൊ 2 പേരും ആരാണ്? അമേരിക്കക്കാരാണ്. അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം നമുക്ക്. അടുത്തത് രസതന്ത്രം അല്ലെങ്കിൽ കെമിസ്ട്രിയിലെ നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണെന്നാണ്. കെമിസ്ട്രിയിലെ 3 പേർക്കാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അത് ആരൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം അല്ലെ? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ. 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ. ഡേവിഡ് ബേക്കർ USA കാരനാണ്, ഡെമിസ് ഹസാബീസ് ബ്രിട്ടൻ ആണ്, ജോൺ എം ജമ്പർ USA ആണ്. അപ്പൊ രസതന്ത്രമാണ് അല്ലെ? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ഡേവിഡിനെ നമുക്ക് ദേവിയുമായിട്ട് എടുക്കാം, രസതന്ത്രത്തിനെ അങ്ങ് രസവുമായിട്ട് എടുക്കാം അല്ലെ? അപ്പൊ ദേവി ബേക്ക് ചെയ്യുന്ന രസത്തിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ദേവി ബേക്ക് ചെയ്യുന്ന രസത്തിന് എന്താണ്? നല്ല ടേസ്റ്റ് ആണ്. ദേവിയുടെ ഹസ്ബൻഡ് ഈ രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മിസ്സാക്കത്തില്ലത്. അപ്പൊ ദേവിയുടെ ഹസ്ബൻഡിന് ഈ ഒരു രസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ എന്താണ്? അത് മിസ്സാക്കൂല. അത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി സന്തോഷം കൊണ്ടങ്ങ് ജമ്പ് ചെയ്യുമെന്ന് ഓർത്താൽ ജോൺ എം ജമ്പർ. അപ്പൊ കിട്ടിയില്ലേ? രസതന്ത്രമാർക്കാണ് ഡേവിഡ് ബേക്കർ. ഡേവിഡിനെ എങ്ങനെ എടുത്തു നമ്മൾ? ദേവി ബേക്ക് ചെയ്യുന്ന രസത്തിന് എങ്ങനെയാണ്? നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഡേവിഡ് ബേക്കർ. അത് കിട്ടിക്കഴിഞ്ഞാൽ ദേവിയുടെ ഹസ്ബൻഡ് അത് മിസ്സാക്കത്തില്ല, ഡെമിസ് ഹസാബീസ്. കണക്ട് ചെയ്തൂടെ? ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി എന്താണ്? സന്തോഷം കൊണ്ട് ജമ്പ് ചെയ്യും. മൂന്നാമത്തെ വ്യക്തി ആരാണ്? ജോൺ എം ജമ്പർ. 3 പേരെയും നമുക്ക് മനസ്സിലായി. കെമിസ്ട്രി അല്ലെങ്കിൽ രസതന്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബീസ്, ജോൺ എം ജമ്പർ. കിട്ടിയില്ലേ? അടുത്തതിലേക്ക് പോവാം നമുക്ക്. അടുത്തത് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണെന്നാണ്. ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഫിസിക്സിന് ലഭിച്ചത് ജോൺ ഹോഫീൽഡും അതുപോലെ തന്നെ ജെഫ്രി ഹിൻറ്റോണിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ജോൺ ഹോഫീൽഡിനും ജെഫ്രി ഹിൻറ്റോണിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ജോൺ ഹോഫീൽഡ് എന്ന് പറയുന്നത് അമേരിക്കക്കാരനും ജെഫ്രി ഹിൻറ്റോൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനുമാണെന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളിലെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളെ ഫീൽഡില് 6 അടിക്കാൻ പറ്റുമെന്നൊരു ഹോപ്പ് ഉള്ളൂ. ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് എന്താണ്? ഫീൽഡില് 6 അടിക്കാൻ പറ്റുള്ളൂ എന്നൊരു ഹോപ്പ് ഉള്ളൂ. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് 6 അടിക്കാം. എവിടെ? ഫീൽഡില്. അങ്ങനെ ഒരു ഹോപ്പ് ആർക്കുണ്ട്? ഇവർക്കുണ്ട് അല്ലെ? അപ്പൊ ജോൺ ഹോഫീൽഡ് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ച ആളാണ്. ഇനി ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ എവിടെ നിർത്തുള്ളൂ? ഫീൽഡില് റഫറി ആയിട്ട് നിർത്തുള്ളൂ. ജെഫ്രീനെ നമുക്ക് എന്തുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം? റഫറിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഫീൽഡില് റഫറി ആയിട്ട് നിർത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്താണ്? ജെഫ്രീനെ റഫറിയുമായിട്ടൊന്ന് കണക്ട് ചെയ്തു, ജെഫ്രി ഹിൻറ്റോണിനെയും റഫറി ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ജോൺ ഹോഫീൽഡിനും അതുപോലെ തന്നെ ജെഫ്രി ഹിൻറ്റോണിനുമാണ് ഫിസിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് വന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സിന് എന്താണ്? എക്കണോമിക്സിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണെന്നാണ്.
അത് ഡാരൻ എസ് എ മൊഗ്ലുവിനും സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ എന്നിവർക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ഡാരൻ എസ് എ മൊഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് റോബിൻസൺ. എങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? സാമ്പത്തിക ശാസ്ത്രമാണ് അല്ലെ, എക്കണോമിക്സ് ആണ്. അപ്പൊ എന്താണ്? ഒരു വ്യക്തിക്ക് ഒരു മോളും 2 സണ്ണും ഉണ്ട്. ആ വ്യക്തിക്ക് എന്താണ്? സാമ്പത്തികപരമായിട്ട് നല്ല ടൈറ്റ് ആയിരിക്കും അല്ലെ. 3 മക്കളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നോക്കിക്കേ, എസ് എ മൊഗ്ലുവിനെ നമുക്ക് മോളായിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ ഒരു സണ്ണും ഉണ്ട്, ഇവിടെ ഒരു സണ്ണും ഉണ്ട്. ജോൺസണിലും ഒരു സണ്ണുണ്ട്, റോബിൻസണിലും ഒരു സണ്ണുണ്ട്. അപ്പൊ എന്താണ്? 2 ആമക്കളും ഒരു പെൺകുട്ടിയുമാണുള്ളത്. അപ്പൊ സാമ്പത്തികമായിട്ട് എന്താണ്? 3 മക്കൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിലെ നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡാരൻ എസ് എ മൊഗ്ലു, സൈമൺ ജോൺസൺ, അതുപോലെ തന്നെ ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സിലെ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. സെറ്റ് അല്ലേടാ? അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ സമാധാനം, പീസിനുള്ള നൊബേൽ പ്രൈസ് ഇതൊരു ജാപ്പനീസ് സംഘടനയാണ് കേട്ടോ. നിഹോൻ ഹിൻഡാക്യോ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയ്ക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്ക, പീസിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? പീസ്, സമാധാനത്തിനുള്ള 2024 നോബൽ പ്രൈസ് ലഭിച്ചത് ഒരു ജാപ്പനീസ് സംഘടനയാണ്. ഈ ജാപ്പനീസ് സംഘടനയുടെ പേരെന്ന് പറയുന്നത് നിഹോൻ ഹിൻഡാക്യോ എന്ന് പറയുന്ന ജാപ്പനീസ് സംഘടനയാണ് കേട്ടോ. ഇനി സാഹിത്യം, ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ആരാണ്? സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് നൊബേൽ പ്രൈസ് ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് അല്ലെ. ഹാൻ കാങ്ങിനാണ് ലിറ്ററേച്ചർ, സാഹിത്യത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ സാഹിത്യമൊക്കെ എങ്ങനെയാണ്? ഹാൻഡ് കൊണ്ടാണ് അല്ലെ എഴുതുന്നത്, കൈ കൊണ്ടാണ് അല്ലെങ്കിൽ ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ചിത്രങ്ങളോ അല്ലെങ്കിൽ സാഹിത്യമൊക്കെ എഴുതുന്നത്. ഹാൻഡ് കൊണ്ടാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഹാൻ കാങ്ങിനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? സാഹിത്യം അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് എന്ത് ലഭിച്ചിട്ടുള്ളത്? നമ്മുടെ നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ 2024 നൊബേൽ പ്രൈസ് ലഭിച്ചവരെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഏത് ഫീൽഡിലാണ് ഇവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചതെന്ന് കുറച്ചു നേരം കൊണ്ട് കോഡും കാര്യങ്ങളും വെച്ച് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു. ഇനി നിങ്ങൾ ഒരിക്കലും മറന്നുപോയില്ല എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.